ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇപ്പോൾ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ പെരുന്നാളിനാണെങ്കിലും വിഷുവിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കിടിലൻ ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ശർക്കര എടുത്തതിൽ നിന്നും ഒരു 3 അച്ച് ശർക്കര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റുള്ളൊരു മധുരം തന്നെയാണിത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരമുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണിത്. അപ്പോൾ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ശർക്കരയും കൂടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരമുള്ളൊരു ശർക്കരയാണ് കേട്ടോ. 1 കിലോത്തിന് 1 കിലോ തന്നെ ശർക്കര എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് മധുരമായി പോവും. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. മെൽറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി കേട്ടോ, പച്ചരിയാണ്. പച്ചരി ഒന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങോട്ട് ആ വെള്ളത്തോടെ തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കായ പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്കായ മുഴുവനോടായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനതിലേക്ക് 3 ടേബിൾ സ്പൂണും മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മതി കേട്ടോ, കൂടുതലായി പോകണ്ട. പിന്നെ ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ചെറുപഴം നന്നായിട്ട് പഴുത്ത പഴയത് കൊണ്ടാട്ടോ ഇതുപോലൊരു കളർ മാറിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ. ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ്, സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനൊരു 6 പപ്പടം എടുത്തിട്ട് ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ചാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ടൊന്ന് പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർത്തെടുത്താലും മതി. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. അരി മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് ഇതൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സോടെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആകെ കറക്റ്റായിട്ട് കിട്ടാനും ചാൻസ് ഇല്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിരകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ മക്കളൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ സമയത്ത് അതിങ്ങനെ പെറുക്കിയെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതുപോലെ ചിരകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ശർക്കര പാനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു പൊള്ളാത്ത രീതിയിലുള്ള ചൂട് തന്നെയുണ്ട്. അപ്പോൾ ഒരുപാട് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കണ്ട. അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു കണക്കിന് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണിത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിക്കുന്നതാണെങ്കിൽ നമുക്ക് കൂടുതലായി ശർക്കരപ്പാനി കൂടുതലുണ്ട് തോന്നുകയാണെങ്കിലും നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരുപാട് കൂടുതലായി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഞാൻ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അളവിന് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ശർക്കരപ്പാനി തന്നെയാണിത്. മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് ലൂസായി എന്ന് തോന്നുന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം തിക്കായിട്ട് വന്നോളൂ കേട്ടോ. ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ്സിൽ തന്നെ കിട്ടിക്കോളും. പിന്നെ നെയ്യപ്പത്തിന് ഉണ്ടാക്കുന്ന പോലെ അത്രയും തിക്കായിട്ടുള്ളൊരു മാവല്ലല്ലോ നമുക്കിതിന് വേണ്ടത്. ഉണ്ണിയപ്പത്തിനാവുമ്പം ഒന്നുകൂടി ലൂസായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിതൊന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 1 മണിക്കൂറിന് ശേഷം അടുപ്പൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെക്കുന്ന സമയത്തുള്ള ആ ലൂസൊന്നും അല്ല ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാകത്തിന് തന്നെയാണ് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. ഈ സമയത്ത് ഞാനിതാ ഉണ്ണിയപ്പം ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൊത്തത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലല്ല കേട്ടോ, ഒരു 1/4 ഭാഗം ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കേണ്ട, ഇതിൻ്റെ 1/4 ഭാഗത്ത് മാത്രം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പൊങ്ങി വന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ഭാഗം ഒഴിച്ച് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഞാനത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. കുറച്ചായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇട്ടത് മാത്രം മറിച്ചിടാം കേട്ടോ. ആദ്യം ഇട്ടത് മുതലിങ്ങനെ മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാം ഒന്നങ്ങ് മറിച്ചിടുന്നുണ്ട്. പിന്നെ ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് വെക്കണം കേട്ടോ. ഒരുപാട് തീ കുറയ്ക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും കേട്ടോ. അതൊക്കെ അതിലൊന്ന് ശ്രദ്ധിക്കണേ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്നെങ്കിൽ ഡാർക്ക് കളറായി കിട്ടിക്കോളും. അതാ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല കിട്ടിലും ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരിക്കലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോവില്ല. ഇതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്